ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 14. നമ്മുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡേ, RJ ബിൻസി എവിക്റ്റായി പോയ എപ്പിസോഡ്, കോമണർ അനീഷിനെ ലാലേട്ടൻ പിടിച്ചൊന്ന് ഉരുക്കി വിട്ട എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. എപ്പിസോഡ് റിവ്യൂ എന്നും പറഞ്ഞ് മറ്റേ ലാലേട്ടൻ മുണ്ടെടുക്കുന്നു, ലാലേട്ടൻ മുണ്ടഴിക്കുന്നു, ഷാനവാസ് വരുന്നു, അബിയോട് ഇങ്ങനെ പറഞ്ഞു, എല്ലാം ഒന്നും ഞാൻ വലിച്ചു കീറി നിങ്ങളെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നേരെ മറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടതിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയത്, നിങ്ങളെ അറിയിക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇയാളുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതാണ് അവിടെ സംഭവിച്ചത് എന്ന് വളരെ ക്യാപ്സ്യൂൾ പരുവത്തിൽ നിങ്ങളോട് പറയാൻ പറ്റുന്ന രീതിയിലൊന്ന് പറഞ്ഞങ്ങ് വിട്ടേക്കാം. സംഗതി അനീഷ് തന്നെയാണ് മെയിൻ. ഇന്നത്തെ കോമണർ അനീഷിനെ ലാലേട്ടൻ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് അങ്ങനൊന്നുമല്ല. നമ്മുടെ അനുമോൾ ജിസയിൽ അവരുടെ പ്രശ്നങ്ങൾ അതും ലാലേട്ടൻ ഇന്ന് ചോദ്യം ചെയ്തു. പക്ഷെ അതൊക്കെ വളരെ ലൈറ്റായിട്ട് ലാലേട്ടൻ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചത്. മുഖം കറുപ്പിക്കുകയോ ചൂടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ജിസയിൽ അനുമോൾ പ്രശ്നം, അനുമോൾ വളരെ വലിയ പരാമർശങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ആണുങ്ങളെ പറ്റിയിട്ട്. അവിടെയുള്ള ആണുങ്ങൾ ജിസേലിൻ്റെ പുറകെയാണ്, അവന്മാർ മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ പോലും ഒരിക്കലും ലാലേട്ടൻ ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അതിനെ വലിയ രീതിയിൽ ദേഷ്യത്തോടൊന്നും ഹാൻഡിൽ ചെയ്തിട്ടില്ല, ലൈറ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. ആദ്യം തന്നെ നമുക്ക് അനുമോൾ ജിസേൽ ആ ഒരു വിഷയത്തിലേക്ക് നോക്കാം. അനുമോൾ ജിസേൽ വിഷയം വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജിസേലിനൊരു 3-4 തവണ ഇവിടെ വാർണിംഗ് തന്നതാണ്. ഞാൻ തന്നെ വന്ന് പറഞ്ഞു, ബിഗ് ബോസ് പറഞ്ഞു, എന്നിട്ടും ജിസേൽ മേക്കപ്പിൻ്റെ പുറകെ പോകുന്നുണ്ട്. ജിസേൽ അതിനൊരു കാരണം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ജിസേൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അനീഷും വേറെ കുറച്ച് ആൾക്കാർ ഇരുന്നപ്പോഴാണ് പറയുന്നത്, ജിസേലിന് മേക്കപ്പ് ഇടാതെ പറ്റത്തില്ല, ജിസേലിന് ഇട്ടേ പറ്റൂ. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ഇവർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കാണും. ഈ ചില ആൾക്കാരുണ്ടല്ലോ, സിഗരറ്റ് വലിക്കുന്നവരെ, കള്ളു കുടിക്കുന്നവർ, ഇതില്ലാതെ പറ്റാത്ത ആൾക്കാരുണ്ട്, തീരെ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ജിസേലിന് മേക്കപ്പ് ഇല്ലാതെ പറ്റില്ല. കാരണം അവർക്ക് എന്തൊക്കെയോ വൂണ്ടുകളൊക്കെ ഉണ്ട്. അവർ ഈ മുഖത്ത് സ്ഥിരം ഈ ഒരു ക്രീം ഇട്ടിട്ടിട്ടിട്ട്, അല്ലെങ്കിൽ ഫേസ് വാഷോ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, ഫേസ് ക്രീംസ് ഒക്കെ. പിന്നെ അവരെന്തൊക്കെയോ പേരുകളൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ ഇട്ടിട്ടിട്ട് അവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ഇടാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ മുഖത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ എന്തൊക്കെ കേട്ടിട്ടും അവർ പിന്നെയും ഇത് ഒപ്പിച്ചും ഒക്കെ എടുത്ത് തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ലാലേട്ടൻ ഒരു പരിധിയിൽ കൂടുതൽ അവരെ വഴക്ക് പറയുന്നില്ല. ലാലേട്ടൻ പറയുന്നുണ്ട്, ജിസേൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസിനോട് പറയുക, എന്നിട്ടൊരു പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക, അതല്ലാതെ കള്ളത്തരം കാണിക്കരുത് എന്നാണ് ജിസേലിനോട് പറയുന്നത്. അനുമോളുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് അനുമോള് ചെറിയ രീതിയിൽ കയ്യാങ്കളിയിലേക്കൊക്കെ പോയി, നമ്മൾ കണ്ടതാണല്ലോ. ലാലേട്ടൻ അതൊക്കെ ഒന്ന് ചോദിച്ചു വിടുന്നുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ പണി തരും മോളെ എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് വിടുന്നുണ്ട്. പിന്നെ ഈ ആണുങ്ങളെല്ലാം മൊണ്ണകളാണ്, പിന്നെ ജിസൈലിൻ്റെ പെണ്ണിനെ കണ്ടാൽ ഇവന്മാരെല്ലാം അങ്ങ് തലകുത്തി വീഴുന്നവന്മാരാണ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ലാലേട്ടൻ അവിടെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്, വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ആണുങ്ങൾക്കെല്ലാം ഏതായാലും അനുമോളെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരുത്തൻ്റെ അടുക്കിലോട്ട് ചെല്ലേണ്ട വരത്തില്ല, എല്ലാം കൂടെ വലിച്ച് ഒട്ടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അനുമോളുടെ കേസിൽ. പിന്നെ അനുമോൾ കരയാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരാളാണ്. ഇന്ന് ബിൻസി ഇറങ്ങി പോകുമ്പോഴും കരയുക. നാളെ മിക്കവാറും എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഇങ്ങനെയാണെങ്കിൽ നാളെ ശൈത്യ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിനേക്കാട്ടിലും വലിയ കരച്ചിൽ നാളെ കാണാം. നാളെ 15ാമത്തെ എപ്പിസോഡ് ആവത്തേ ഉള്ളൂ. ഈ 15ാം എപ്പിസോഡ് എത്തുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ കരച്ചില്ല 5-6 തവണയായി. അല്ല 50ാം എപ്പിസോഡ് വരെയൊക്കെ ഈ കൊച്ചു നിൽക്കുവാണെങ്കിൽ കരച്ചിൽ കണ്ട് നമ്മൾ വെറുത്തു പോകും, എൻ്റെ കറവേട്ട എന്ന് പറയേണ്ട അവസ്ഥയാവും. അപ്പം എന്താണെങ്കിലും ജിസേൽ അനുമോൾ വിഷയം ചെറിയ രീതിയിൽ ലാലേട്ടൻ ഒന്ന് ഹാൻഡിൽ ചെയ്ത് അങ്ങോട്ട് വിടുന്നുണ്ട്. പിന്നെ വേറെ അനീഷായിരുന്നു. അനീഷിൻ്റെ ലാലേട്ടനെ അങ്ങോട്ട് നിർത്തിയിട്ട് ലാലേട്ടൻ ചോദിച്ചു, എടാ മോനെ എങ്ങനെയുണ്ടായിരുന്നു, നിന്റെ കളിയൊക്കെ സൂപ്പറാണോ, നിന്റെ കളിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലാലേട്ടൻ ഞാൻ ജെനുവിനാ ഓക്കെ മോനെ, നീ ജെനുവിനാ. നിന്റെ സ്ട്രാറ്റജി എന്താ മോനെ, നീ ഇവിടെ പണ്ട് കളിച്ച അഖിൽമാരെയൊക്കെ കണ്ടിട്ടുണ്ടോ വിന്നറായിട്ടുള്ള? നീ റിയാസിനെ കണ്ടിട്ടുണ്ടോ? നീ സാബുവിനെ കണ്ടിട്ടുണ്ടോ? നീ 5 വർഷം ലീവ് എടുത്തു, ഗവൺമെൻറ് സർവീസിൽ നിന്ന് ലീവ് എടുത്തു, 2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യണമല്ലോ ബിഗ് ബോസിലേക്ക് വരാൻ. നീ അവരുടെയൊക്കെ കളി കണ്ടിട്ട് അവരുടെയൊക്കെ സ്ട്രാറ്റജി എന്താ മനസ്സിലാക്കിയത്? നിനക്കെന്താ തോന്നിയത്? അവരുടെയൊക്കെ സ്ട്രാറ്റജി എന്തായിരുന്നു
എന്ന് അനീഷിനോട് ചോദിക്കുന്നുണ്ട്. ഇല്ല ലാലേട്ടാ, അങ്ങനെയൊന്നും ഇല്ല ലാലേട്ടാ, അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും തോന്നിയിട്ടില്ല. നിന്റെ സ്ട്രാറ്റജി എന്താണ്? ഇല്ല ലാലേട്ടാ, എനിക്ക് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നുമില്ല, ഞാൻ ജെനുവിൻ ആ ലാലേട്ടാ, ജെനുവിൻ. ഇവനൊരു 3-4 തവണ ഈ ജെനുവിൻ കഥ പറയുന്നുണ്ട് അവിടെ. ഇവൻ ഈ ജെനുവിൻ കഥ പറയുന്നതുകൊണ്ട് തന്നെ ലാലേട്ടൻ പറഞ്ഞു, മോനെ നീ നിന്റെ ഭാഗത്ത് നടക്കുന്ന അല്ലെങ്കിൽ നീ കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് നിർത്തിവെച്ചു, അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിനക്കൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മറ്റേ സാധനം ഉണ്ടല്ലോ, എനിക്ക് ഫസ്റ്റ് വേണേ എനിക്ക് ഫസ്റ്റ് വേണേ എനിക്ക് ഫസ്റ്റ് വേണേ എന്ന് പറഞ്ഞ് കിടന്ന് കൂവിയ ആ ഒരു ദിനം, ആ ഒരു ടാസ്ക്, അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അളിയൻ്റെ കിളിയങ്ങ് പോയി. ലാലേട്ടൻ ചോദിച്ചു, മോനെ എങ്ങനെയുണ്ട് മോനെ, സൂപ്പർ അല്ലേ, നിനക്ക് ഇപ്പം കാണുമ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട്? ലാലേട്ട വേണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല ലാലേട്ട. ആണല്ലേ, ഇപ്പം നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ലാലേട്ട ഞാൻ ജെനുവിനാ ലാലേട്ട, ഞാൻ ജെനുവിനാ. മോനെ നീ ജെനുവിനാണെന്ന് നീ അല്ല പറയേണ്ടത്, അപ്പറേ നിൽക്കുന്നത് നിന്റെ ചുറ്റുമുള്ളവരാ പറയേണ്ടത്, അല്ലാതെ നീ അല്ല പറയേണ്ടത്. ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന് കണ്ടസ്റ്റൻസ് എല്ലാം ഒന്ന് കൈയടിച്ച്. കാരണം അവരൊക്കെ ഇത് പറയാൻ നോക്കിയിട്ട് നടക്കത്തില്ല. ഇത് ലാലേട്ടൻ പറയുന്നതുകൊണ്ട് തന്നെ ഇവൻ നിന്ന് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്ന് പറയാതിരി, നീ തന്നെയും പിന്നെ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ, ഒന്ന് സ്റ്റോപ്പ് ചെയ്തൂടെ? ഇതിനകത്തു നിന്നൊക്കെ അനീഷ മോനെ അല്ലെങ്കിൽ അവന് അനീഷേട്ടന് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തൊട്ട് നമുക്ക് പുള്ളിയുടെ വേറൊരു ഗെയിം സ്ട്രാറ്റജി നമുക്ക് കാണാൻ സാധിക്കും. ഇയാളൊരു മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ ലാലേട്ടൻ അവിടെ ചോദിച്ചപ്പോൾ പോലും മാരാറുടെയൊക്കെ ഒരു സ്ട്രാറ്റജി എന്താണെന്നൊക്കെ ചിലപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് പറയാഞ്ഞതായിരിക്കാം. പുള്ളിയുടെ സ്ട്രാറ്റജി എന്തിനാണ് മറ്റുള്ളവരോട് പറയുന്നത്, അതുകൊണ്ട് പുള്ളി പറയാതിരുന്നതായിരിക്കാം. നമുക്ക് ഒന്നുകിൽ അങ്ങനെ തിങ്ക് ചെയ്യാം, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇയാൾക്ക് സ്ട്രാറ്റജി ഒന്നുമില്ല. ഇയാൾ ലൈഫിലും ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒച്ച വെച്ച് അങ്ങനെ ഒരുത്തനാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പം ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു ലൈഫിലുള്ള ആ ഒരു സാധനം മാറ്റിയില്ലെങ്കിൽ നല്ല മുട്ടം പണി കിട്ടും. അധികം നാൾ നിന്ന് പോകാൻ തോന്നുന്നില്ല, നാട്ടുകാർ വെറുക്കും. അതൊരു കാര്യം. അനീഷിൻ്റെ കേസ് അവിടെ തീർക്കുന്നു. കൂടുതലൊന്നും അനീഷിനെ പറ്റി ഇനി എനിക്ക് അങ്ങോട്ട് പറയാനില്ല, മതി. അനീഷിൻ്റെ കേസിൽ നമ്മുടെ അപ്പാനെയും ലാലേട്ടനൊന്നും കുഴയുന്നുണ്ട്. എടാ മോനെ നിനക്ക് നീ വീണ്ടും അവൻ്റെ പുറകെയാണല്ലോ പോകുന്നത്. ഓൾറെഡി ലാലേട്ടൻ എന്ന് പറഞ്ഞ അപ്പാനിയെടുക്ക് എന്തിനാ അതിൻ്റെ പുറകെ പോകുന്നു, വീണ്ടും അതിൻ്റെ പുറകെ പോകുന്നത്. പക്ഷേ ഇവിടെ ഷാനവാസിനെയും അബിയെയും ലാലേട്ടൻ നല്ല രീതിയിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അബിയോട് തന്നെ പറയുന്നുണ്ട്, അബിയോട് 2-3 പ്രാവശ്യം പറയുന്നുണ്ട്, നല്ല ഗെയിം മോനെ, നീ കൺഗ്രാറ്റ്സ് എന്നൊക്കെ ലാലേട്ടൻ അവനോട് പറയുന്നുണ്ട്. അതിനുള്ള കാരണം അബി ഒരുപാട് മാറ്റങ്ങൾ അബിക്ക് വന്നിട്ടുണ്ട്. അബി ഒച്ചയും ബഹളവും വെച്ച് ഇപ്പോൾ നടക്കുന്നില്ല. പിന്നെ അനുമോള് ഈ ആണുങ്ങളെല്ലാം ജിസൈലിൻ്റെ പുറകെയാണെന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ പോലും അനുമോളും പറയുന്നുണ്ട്, ഇച്ചിരിയെങ്കിലും മാറ്റം അബി മാത്രമേ ഉള്ളൂ, അവൻ മാത്രമേ ഉള്ളൂ പോകാത്തത് എന്നൊരു സാധനം അനുമോളോടെ പറഞ്ഞപ്പോൾ അപ്പം തന്നെ ലാലേട്ടൻ കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് അബിയോട്. പിന്നെ ഈ ഒരു വിഷയത്തിലും ഈ അനീഷിൻ്റെ പുറകെ പോകാത്തൊരു കേസിനും ലാലേട്ടൻ കൺഗ്രാറ്റ്സ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇന്നലത്തെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പുകൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ജിസേലിൻ്റെ അടുക്കെ പോയിട്ട് അനുമോളുമായിട്ടുള്ള പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന അബിയെ കാണാം. ജിസേലിനോട് സംസാരിച്ചിട്ട് നേരെ അബിയെ അടുക്ക് വന്നിട്ട് അനുമോളുടെ അടുക്ക് വന്നിട്ട് അത് പറഞ്ഞ് അനുമോളെ നമുക്ക് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അനുമോളാണ് പറഞ്ഞത് താല്പര്യമില്ലാന്ന്. പക്ഷേ അതിനൊക്കെ ഒരു എഫേർട്ട് എടുക്കുന്ന ഒരു അബിയെ നമുക്ക് കാണാൻ സാധിച്ചു. അത് അബിയുടെ ഒരു ഗെയിം ആണെങ്കിലും അബി അങ്ങനെയായി മാറുന്നുണ്ടെങ്കിലും അവരൊരു ചേഞ്ച് വരുന്നുണ്ടെങ്കിലും അത് വളരെ നല്ലൊരു കാര്യമല്ലേ. സോ അബി നല്ലൊരു ഗെയിമറായിട്ട് മാറുന്നുണ്ട്. പിന്നെ എനിക്കൊരു ഗെയിമറായിട്ട് തോന്നിയത് ഷാനവാസിനെയാണ്. ഷാനവാസ് അബി നമ്മുടെ അനീഷിന് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് പുറകെ നടന്നൊക്കെ തുരുതുര അടിക്കാൻ നിൽക്കുന്നൊന്നുമില്ല. കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കും, പറയേണ്ട കാര്യങ്ങൾ ഷാനവാസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസിനെയും ലാലേട്ടൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർ കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അബിയോട് പറയും, നമ്മുടെ സ്റ്റോർ റൂമിൽ പോയി ഒരു ബോർഡുണ്ട്, അബിക്ക് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഷാനവാസൊക്കെ പോകുന്നുണ്ട്, ഒരു ബോർഡ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഓരോ കണ്ടസ്റ്റൻസിനും സ്റ്റാർ കൊടുക്കുന്ന വേറൊരു കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്യാം. കണ്ടസ്റ്റൻറ്റിനെ ചൂസ് ചെയ്തിട്ട് എന്തുകൊണ്ട് സ്റ്റാർ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ അവിടെ വെക്കാം. അതിൽ എല്ലാവരും ഇപ്പോൾ അനീഷ് വന്നിട്ട് ഷാനവാസിനെ പറയുന്നുണ്ട്, അതാണ് അനീഷിൻ്റെ ഗെയിം. അനീഷ് ടാസ്കിൽ അനീഷിൻ്റെ എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അനീഷിന് ദേഷ്യമായിട്ടുള്ള നമ്മുടെ അപ്പാനിയും അനുമോളെയും കൂട്ടുപിടിച്ചു ഗെയിം കളിക്കാനായിട്ട് അല്ലേ. ഗെയിം കളിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അവർക്കിട്ട് കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ഗെയിം കഴിയുമ്പോഴൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം വന്നിട്ട് അവർ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ടീമാണ് അനീഷ്. അതുകൊണ്ട് തന്നെ ഇവിടെ അനീഷ് ഷാനവാസിനെ ചൂസ് ചെയ്യുമ്പം 2 രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യണം. ഒന്ന്, അവന് ചിലപ്പം ഇഷ്ടപ്പെട്ടോണ്ട്, ഇല്ലെങ്കിൽ അവൻ്റെ അടുത്ത ഗെയിം, അത്രേ ഉള്ളൂ. അബി ജിസേലിനെ പറയുന്നുണ്ട്, ഷാനവാസും ജിസേലിനെ പറയുന്നുണ്ട്, ഒട്ടുമിക്ക ആളുകളും ജിസേലിനെയാണ് പറഞ്ഞത്. ഓക്കെ, ജിസേൽ മേക്കപ്പിൻ്റെയൊക്കെ പേരിൽ നമ്മൾ കുറ്റം പറയുമെങ്കിലും ആസ് എ ഗെയിമർ അവർ നല്ല രീതിയിൽ അവിടെ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് ആകെ അനുമോളുമായിട്ടേ ഉള്ളൂ പറ്റാത്തത്. അത് അനുമോൾ ഈ പുറകെ നടന്ന് ഡിറ്റക്റ്റീവ് കളിക്കുന്നതുകൊണ്ടാണ്. ലാലേട്ടൻ പറയുന്നുണ്ട് CBI കൊള്ളാം,
ആ ഒരു ഗെയിം കളിക്കുന്നതുകൊണ്ടാണ്. കൊള്ളാം അനുമോളെ, പക്ഷേ അത് നോക്കിയും കണ്ടും കളിച്ചില്ലെങ്കിൽ എല്ലാവരും നിന്നെ വെറുക്കും, അത്രേ ഉള്ളൂ. പിന്നെ എന്ത് വേണമെങ്കിലും ആൾക്കാർ വെറുത്തോട്ടെ, നീ കരച്ചിലൊന്ന് നിർത്ത്. എന്ത് പറഞ്ഞാലും കരച്ചില. എന്താണെങ്കിലും ഈ ഒരു കേസിൽ ഈ സ്റ്റാർ കൊടുക്കുന്ന പരിപാടിയിൽ എനിക്കിഷ്ടപ്പെട്ടത് രേണുസുതി പറഞ്ഞതാണ്. ഇപ്പോൾ കുറേ പേര് പറയും നീ കളം മാറിയോടാ, നീ രേണുവിനെ പിടിക്കാൻ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, രേണുവിൻ്റെ പിയറാണെന്നൊന്നും പറഞ്ഞു കളയല്ലേ. അങ്ങനെ പറയുന്നവർ ഞാൻ കുറച്ച് മുമ്പ് ഇട്ടേക്കുന്ന വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. ഓക്കെ, പക്ഷേ നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് പറയണോളൂ, ഞാനത് പറയും, അത്രേ ഉള്ളൂ. രേണു അനീഷിനാണ് സ്റ്റാർ കൊടുത്തത്. രേണു അത് കൊടുക്കാനുള്ള കാരണം രേണു പറയുന്നുണ്ട്. ഞാനും അത് ലൈവിൽ അല്ലെങ്കിൽ എപ്പിസോഡിലൊക്കെ കണ്ടൊരു കാര്യമാണ്. നമ്മുടെ അനീഷും അഭിയും ഈ ജയിലിനകത്ത് രേണുവും നെവിനും പോയി കിടപ്പുണ്ട്, പുറത്ത് സരികയുണ്ട്. ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് ഇവർ കളിക്കുമ്പോൾ കുറേ നേരം നമ്മുടെ ക്യാപ്റ്റനും ബാക്കി എല്ലാവരും അവിടെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കയറി അകത്ത് പോയി. പക്ഷേ അനീഷും അഭിയും പുറത്തു നിന്ന് നല്ല രീതിയിൽ ഇവരെ ജയിലിൽ കിടക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഗെയിം കളിക്കാൻ. ചെറിയ കാര്യമല്ലത്, വളരെ നല്ല കാര്യം തന്നെ. അതിനെയാണ് രേണു അനീഷിന് സ്റ്റാർ കൊടുത്തത്. രേണു അത് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നമ്മുടെ ഒരു മറ്റേ ഡോഗ് ഉണ്ടല്ലോ, സ്പൈക്കുട്ടനേക്കെ ആരാട്ടം കൊണ്ട് ഇറക്കുന്നുണ്ട്. അപ്പം അതിഥികളായിട്ട് നമ്മുടെ ഉനീലും ശാരികയും വന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ബിൻസി എവിക്റ്റായി പോകുന്നുണ്ട്. ബിൻസി എവിക്റ്റ് ആവുമ്പോൾ അനുമോളുടെ ഒരു കരച്ചിൽ, എൻ്റെ പൊന്നെ, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ 14-15 എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് അനുമോൾ കരഞ്ഞങ്ങ് മെഴുകി തീർക്കും. വീട്ടിൽ നിന്ന് കരയത്തില്ല. ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കരയത്തില്ല, ഞാൻ ബോൾഡായിരിക്കും. എല്ലാ ദിവസവും കരച്ചിൽ തന്നെയാണ്. അതൊരു കരച്ചിലൊരു നാടകമൊക്കെ വെച്ച് എടുക്കുന്നതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ മറ്റേ കുഞ്ഞുബാബയെ പോലെ എല്ലാവരും നോക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വന്ന് കയറിയ സ്ഥലം മാറിപ്പോയി. ബിഗ് ബോസിൽ വന്നിട്ട് എന്തായാലും ആവട്ടെ, എന്തായാലും ബിൻസി പോയി. ഞാൻ പറഞ്ഞല്ലോ, നാളെ അറിയത്തില്ല ആര് പോകുന്നു. പക്ഷേ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ, എനിക്ക് തോന്നുന്നു ബിൻസി പോയ രീതിയിൽ പിന്നെ അതിനുശേഷമുള്ള പ്രൊമോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് നാളെ ശൈത്യ പോകുമോ എന്നൊരു സംശയം. ശൈത്യം എങ്ങാണ്ടും പോയാൽ നാളെ അടുത്ത അനുമോളുടെ വകയുള്ള കരച്ചിൽ നമുക്ക് കാണാം. അപ്പോൾ അത് കാണുവാണെങ്കിൽ വീണ്ടും ഇതേപോലെ വന്ന് ഞാൻ അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തായാലും ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഷാനവാസ് അബി നല്ല 2 ഗെയിമേഴ്സാണ്, കൂട്ടത്തിൽ ജിസയിലും. ആര്യനൊക്കെ ഓടി നടന്ന് ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു നല്ല ഗെയിമറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പാനി എന്ന് അനീഷിൻ്റെ പുറകെയുള്ള നടത്തം നിർത്തുന്നോ അന്ന് ചിലപ്പോൾ അപ്പാനിക്ക് സ്വന്തമായിട്ടൊരു കണ്ടന്റും നല്ലൊരു ഗെയിമറായിട്ട് മാറാനും പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പാനിയല്ല അനീഷ്. പിന്നെ അനീഷ് ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. നമുക്ക് നോക്കാം അനീഷിൻ്റെ കാര്യം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.